രാഹുൽ ഗാന്ധിക്കെതിരായ BJP നേതാവിന്റെ വധഭീഷണി അതായിരുന്നു ഇന്നത്തെ നിയമസഭയിലെ ബഹളത്തിന്റെ കാരണം. വലിയ ബഹളം തന്നെയായിരുന്നു. അടിയന്തര പ്രമേയമായി വിഷയം ചർച്ചയ്ക്കെടുക്കണമെന്നായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പക്ഷേ സ്പീക്കർ ഇതിന് തയ്യാറായില്ല. അതിനുശേഷമായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത്. അതിനെ തുടർന്ന് സഭ പിരിയേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. ചാനൽ ചർച്ചയ്ക്കിടെ BJP നേതാവ് പ്രിന്റു മഹാദേവൻ രാഹുൽ ഗാന്ധിക്കെതിരായി നടത്തിയ കൊലവിളി പരാമർശം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നതായിരുന്നു പ്രതിപക്ഷ ആവശ്യം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കി. ലീഡർ ഓഫ് ഒപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും, പക്ഷേ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ ഒരു TV ചർച്ചയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി. പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസാണ് സാർ. അത് നിസ്സാരമായൊരു വിഷയമാണ്, ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു. VD സതീശൻ സംസാരിച്ചു കഴിഞ്ഞതോടെ നടുത്തളത്തിലായിരുന്ന പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. വാച്ച് ആൻഡ് വാർഡുമാരും MLA-മാരും തമ്മിൽ ഉന്തും തള്ളുമായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധക്കാർ ബാനർ ഉയർത്തി. പ്രതിപക്ഷം ഇവിടെ എരമ്പിക്കേറി വന്നില്ലേ? കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട്. പ്രതിപക്ഷ ബഹളത്തിനിടെ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി വന്നു. പിന്നാലെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ അംഗങ്ങൾ ചെയറിലേക്ക് പോയിരിക്കുന്നില്ല, അതുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് ചെയർ നീങ്ങുകയാണ്. BJP നേതാവിനെ സംരക്ഷിക്കുകയാണ്. ഇത് BJPയെ ഭയന്നിട്ടാണ്. കേരളത്തിലെ BJPയുടെയും CPM-ന്റെയും അവിശുദ്ധമായ ബാന്ധവത്തിന്റെ ഏറ്റവും അവസാന തെളിവാണ്. നിയമസഭയിൽ നിന്നും അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.